യെശയ്യാ പുസ്തകത്തിൽ നിന്ന് വചനം വായിക്കാം. കർത്താവ് നമ്മളെ മറന്നുപോയി നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല. എമേൻ. പെറ്റമ്മ മറന്നാലും നമ്മുടെ കർത്താവ് നമ്മൾ മറക്കുകയില്ല. എമേൻ. നമ്മളെ കരുതുന്ന ഒരു പിതാവ് നമ്മുടെ ദൈവമാണ്. എമേൻ. യെശയ്യാ പുസ്തകത്തിൽ 49 അധ്യായത്തിൽ നിന്ന് 16 വാക്യം ഇങ്ങനെ പറയുന്നു: അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഏമേൻ. നമ്മുടെ കർത്താവ് എന്ത് സ്നേഹമുള്ളവൻ അല്ലേ. നമ്മളെ ഉള്ളം കയ്യിലാണ് നമ്മൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏമേൻ. ഇത്രയും സ്നേഹമുള്ള പിതാവ് ആര് വേറെ ഇല്ല. ഏമേൻ. നമ്മുടെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏമേൻ. നമ്മുടെ പിതാവിനെ ഓർത്തവർ ആരും ലജ്ജിച്ചു പോയിട്ടില്ല. ഏമേൻ. ഹല്ലേലൂയ. നമുക്ക് ധൈര്യത്തോടെ തന്നെ പറയാം, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒരാളുടെ മുമ്പിൽ പോലും ലജ്ജിച്ചു പോകുകയില്ല. ഏമേൻ. ഹല്ലേലൂയ. ആ സമ്പത്തുള്ളവൻ നമ്മോടൊപ്പമുണ്ട്. ഏമേൻ. ഈ കൂടിയ സ്വത്തുക്കളൊന്നും പകരാവില്ല. കാരണം യേശുവിൻ്റെ സ്നേഹം അത്രത്തോളം വലിയതാണ്. നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, നമ്മളെ സുഹൃത്തുക്കളായാലും ബന്ധുക്കളായാലും